ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗം വന്നാൽ യഖറഉ അലാ നഫ്സിഹി, അവിടുത്തെ പരിശുദ്ധമായ ശരീരത്തിന്റെ മേൽ ഹബീബായ തങ്ങൾ ഓതും ബിൽ മുഅവ്വിദാത്ത്, മുഅവ്വിദാത്തുകളെ കൊണ്ട്. എന്താ മുഅവ്വിദാത്ത് സൂറത്ത് ഏതാണ്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. മുഅവ്വിദത്തൈനിയാണത്. മുഅവ്വിദാത്ത് എന്ന് പറയുമ്പോൾ ഖുൽ ഹുവല്ലാഹും പെടുന്നതാണ്. ഖുൽ ഹുവല്ലാഹും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. മുഅവ്വിദത്താൻ അല്ലെങ്കിൽ മുഅവ്വിദത്തൈൻ രണ്ടെണ്ണം എന്ന് പറയുമ്പോൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്തും ഇറങ്ങുമ്പോൾ ആ സ്ഥലത്തെ ജിന്നുകളുടെയും പിശാചുക്കളുടെയും ശല്യങ്ങളില്ലാതിരിക്കാൻ വേണ്ടി ദുആരക്കുമായിരുന്നു. രാത്രിയായാൽ തങ്ങൾ പ്രത്യേകമായ ദുആ ചെയ്യുമായിരുന്നു. അസുഖം വരുമ്പോൾ ഞങ്ങൾ ദുആരക്കുമായിരുന്നു. ഓരോ പ്രയാസങ്ങൾക്കും ഞങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുമായിരുന്നു. അങ്ങനെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഇറങ്ങിയപ്പോൾ തറകഹുന്ന, ആ എല്ലാ ദുആയും മാറ്റിവെച്ചു. തങ്ങൾ പിന്നെ ഈ രണ്ട് സൂറത്ത് ഓതുക, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. മുഅവ്വിദാത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ തൊട്ട് കൂടെ വന്ന ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ജല്ല ജലാലുവിന്റെ അസ്സാത്തുൽ അലിയ, അല്ലാഹുവിന്റെ മഹത്തരമായ അല്ലാഹുവിനെ സംബന്ധിച്ച് പറയുന്ന സൂറത്തായതുകൊണ്ടാണ് ഖുൽ ഹുവല്ലാഹു അഹദ് തഅദിലു സുലുസുൽ ഖുർആൻ. ഖുർആൻ 3 ഭാഗമാണെങ്കിൽ 3-ൽ 1 ഖുൽ ഹുവല്ലാഹു അഹദാണ്. അത്രയും പവറുള്ള സൂറയാണത്. ഫാത്തിഹ ഉമ്മുൽ കിതാബ്, ഖുർആനിന്റെ ഉമ്മയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് 3 ഓതിയ ഖുർആൻ മുഴുവനായിട്ട് ഓതിയ ഫضലാണ്. പിന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എല്ലാ ഷർറിനും കാവലാണ്. അത് ഓതിയിട്ട് ദ്വാരക്കാണ്. എന്താണ് ദ്വാരക്കണത്? ഒന്ന് ഫാത്തിഹ, ഖുർആനല്ലേ. ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഇത്രയും പവർഫുള്ളായ സൂറകളാണത്. പുണ്യനബി തങ്ങൾ മുഅവ്വിദാത്തുകൾ ഓതുകയും വയംഫുസു, ശരീരത്തിലേക്ക് ഊതുകയും ചെയ്യും. നഫസ എന്ന് പറഞ്ഞ ഊതുക എന്നാണ്. ഊതും തങ്ങള്. ഫലമ്മഷ്തദ്ദ വജഉഹു, ഹബീബായ നബി തങ്ങൾ ലോകത്തോട് വിട പറയുന്ന അവസാനത്തെ അസുഖം ഹബീബിന് വന്നപ്പോൾ കുൻതു അഖറഉ അലൈഹി, ആയിഷ ബീവി പറയാം റളിയല്ലാഹു അൻഹ, ഞാൻ ഹബീബിന്റെ ദേഹത്തേക്ക് ഖുർആൻ ഓതും അധികത്തെ വെച്ച്. അധികം ഉറങ്ങുന്ന നേരത്ത് വേദന വരുമ്പോൾ ഒക്കെ തങ്ങൾ ചെയ്യും. വംസഹു ബിയദിഹി, തങ്ങൾ എന്താ ചെയ്യുക? കയ്യിലേക്ക് ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓരോന്ന് ഓരോ തവണ കയ്യിലേക്ക് ഊതും. എന്നിട്ട് എവിടെയൊക്കെ കയ്യെത്തുമോ മസ്തതാഅ, ശരീരം മുഴുവനും തടവും ഉറങ്ങുന്നതിന് മുമ്പ്. വീണ്ടും ഊതും, ഒരു ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. എന്നിട്ട് ഊതും. 2 കൈകളും ദേഹം മുഴുവൻ തട്ടുന്നിടത്ത് ഒന്നാകെ കൈകൊണ്ട് തടവും. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യും. തങ്ങളുടെ അസുഖം വർദ്ധിച്ചപ്പോൾ തങ്ങൾക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? തങ്ങളുടെ കൈ ഞാൻ എൻ്റെ കയ്യിലേക്ക് എടുത്തു വെക്കും. എന്നിട്ട് ഞാൻ ഓതും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാം, ഞാൻ ഓതിയിട്ട് ഹബീബിന്റെ കയ്യിലേക്ക് ഊതും. ഹബീബിന്റെ കൈ പിടിച്ചിട്ട് ഞാൻ ഹബീബിന്റെ കൈ തങ്ങളുടെ ദേഹത്ത് പറ്റുന്നിടത്തൊക്കെ ഞാൻ ആ കൈ ഇങ്ങനെ ചലിപ്പിക്കും. റജാഅ ബറകതിഹാ, ആ കൈയിന്റെ ബറക്കത്ത്, അതിന്റെ കൈ കൊണ്ട് ഞാൻ തടവണ പോലെയല്ലല്ലോ, ഹബീബിന്റെ കൈയല്ലേ, ആ ബറക്കത്ത് അതാവട്ടെ തങ്ങളുടെ ദേഹത്ത് തട്ടേണ്ടത് എന്നാഗ്രഹിച്ചുകൊണ്ട് ഹബീബിന്റെ കൈ കൊണ്ടാണ് ഞാൻ തടവി കൊടുക്കാറുള്ളത് തങ്ങൾക്ക് വേണ്ടി എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ. لأنها كانت أعظم بركة من يدي. صحيح മുസ്ലിമിലെ റിവായത്ത് അങ്ങനെ, എന്റെ കയ്യിനേക്കാളും ബറക്കത്ത് ഹബീബിന്റെ കയ്യിനാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. അപ്പൊ ഇങ്ങനെ ഷിഫാഇന്റെ ഈ ദിക്റുകൾ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം.